അതെ, കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ഡയമണ്ട് കട്ട്സുകൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലേ ആകാൻ പാടുള്ളൂ. പിന്നെ വെള്ളത്തിന് ഒരുപാട് ചൂടൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മളത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിതിനെ 2 പീസുകളാക്കി എടുക്കാം. അങ്ങനെ 2 പീസുകളാക്കി എടുത്തതിനെ കുറച്ച് മാവൊക്കെ ഒന്ന് വിതറിയതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുക്കണം. ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. നല്ല പോലെ കട്ടി കുറഞ്ഞ രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതി, പക്ഷേ ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ മാവ് ഇവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നേരെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അറ്റത്തുള്ള പോർഷൻ വേണമെങ്കിൽ മാറ്റിയെടുക്കാം. അതിനുശേഷം ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇത് ഒരുമിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. ഒരു 2 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സുകളെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ ഒരു നൂൽ പരുവമാവുന്നിടം വരെ തിളപ്പിച്ചതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഡയമണ്ട് കട്ട്സ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.